ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവ് നിനക്ക് സ്നേഹം നൽകും. നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാനുള്ള സ്നേഹം എവിടുന്ന് കിട്ടും? ഒറ്റ കടയിലും വാങ്ങാൻ കിട്ടില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കാനുള്ള സ്നേഹം എവിടെ കിട്ടും? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ഈ സ്നേഹം നിനക്ക് കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ബന്ധമുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്നേഹം നൽകും. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള കൃപ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നു. ഗലേഷ്യൻസ്, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം വായിച്ചേ. 22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം. കണ്ടോ, നമ്പർ 1 ഏതാ? സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരസ്പരം അംഗീകരിക്കാൻ. ഈ പരിശുദ്ധാത്മാവിന് സ്നേഹം കിട്ടിയാൽ പ്രശ്നം തീരുമെന്ന്. നമ്മുടെ ഇന്നത്തെ ആരോടെങ്കിലും വെറുപ്പ് വിരോധമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അതെന്താ പ്രശ്നം? പരിശുദ്ധാത്മാവിന്റെ സ്നേഹമില്ല. പരിശുദ്ധാത്മാവിന്റെ സ്നേഹമുണ്ടോ, നമുക്ക് സാഹചര്യങ്ങളെ, അന്തരീക്ഷത്തെ മനസ്സിലാക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറയട്ടെ. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം തിരുവചനം, 1 John chapter 4 verse 7. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം തിരുവചനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്. വായിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സ്നേഹമാണ്. ഈ സ്നേഹം എവിടെ കിട്ടും? പരിശുദ്ധ അൾത്താരം നിനക്ക് ഓഫർ ചെയ്യണം. ഈ കാലഘട്ടം നിന്നോട് പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ ഈ സ്നേഹം കിട്ടും. നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്ക് കിട്ടും. നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിനക്ക് കിട്ടും. പരിശുദ്ധ അൾത്താരം നിനക്ക് സമ്മാനിക്കും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-3 തിരുവചനം വായിച്ചാലോ? സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം അതിന്റെ 2-3 തിരുവചനം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കണം. കണ്ടോ, നിങ്ങൾ അന്യോന്യം സ്നേഹപൂർവം. എങ്ങനെ പറഞ്ഞേ? സ്നേഹപൂർവം. ഒച്ചത്തിൽ പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ എന്താ വേണ്ടത്? ഈ സ്നേഹം. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്താ വേണ്ടത്? ഈ സ്നേഹം. കേട്ടോ, സ്നേഹമില്ലെങ്കിൽ നമ്മൾ വെറും യന്ത്രമനുഷ്യന്മാരെ പോലെ വീട്ടിൽ ജീവിക്കും. ചിലരെ കണ്ടിട്ടില്ലേ? വീട് വെറും ലോഡ്ജാണ്. തുണി അലക്കാനും തുടയ്ക്കാനും വേണ്ടി മാത്രം, രാത്രി വന്ന് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. കുടുംബമായിട്ട് നിലകൊള്ളണമെങ്കിൽ പരസ്പരം ഈ സ്നേഹം വേണം. സ്നേഹം അത് നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് കുടുംബത്തിൽ അനുഭവിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒരു ശ്രദ്ധ, ഇത് വേണമെങ്കിൽ ഈ സ്നേഹം കിട്ടണം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനം നമുക്കൊരു വാഗ്ദാനം നൽകുകയാണ്. എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം അതിന്റെ 26-ഉം 27. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 36-ാം അധ്യായം അതിന്റെ 26-ഉം 27. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്നു.
നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഹല്ലേലൂയ. അടുത്ത വചനം കൂടെ വായിച്ച് 27. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് സ്നേഹം നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവിനോടൊരു ബന്ധമുണ്ടാവുക എങ്കിൽ നമ്മുടെ വീട്ടിൽ വീഞ്ഞ് വീണ്ടും പച്ചവെള്ളമായി പോയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും ദൈവം ഒരു നിയോഗം തന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ സ്നേഹം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു നിയോഗം. ഹല്ലേലൂയ. ഒരു പക്ഷെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലര് പറയും, അച്ഛാ ഞാനല്ല കാരണം, അവനാണ് കാരണം, അവളാണ് കാരണം, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെ ആയിപ്പോയത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാണേ. എന്നാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിയോഗം കിട്ടിയ വ്യക്തി എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവനെയും അവളെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ഹൃദയം ശിലാഹൃദയം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ കട്ടി പിടിച്ച കല്ല് പിടിച്ച ഹൃദയം എടുത്തു മാറ്റി സ്നേഹം ഞങ്ങളിൽ വേണം. ശ്രദ്ധിപ്പറ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ്, കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-ാം തിരുവചനം. ഒരു കുഞ്ഞു കാര്യം പൗലോസ് ശ്ലീഹ പറയും. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹം ഭൗതിക സ്നേഹം അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ശരീരത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതകളെ വെച്ച് നമുക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നും. അതല്ല പ്യുവർ സ്നേഹം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഭാര്യയും ഭർത്താവ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, എന്നാൽ ഇപ്പോഴവർക്ക് അകൽച്ച. ആദ്യത്തെ സ്നേഹം അവർക്ക് ചില കാര്യങ്ങളോടായിരുന്നു. ആ സ്നേഹമൊക്കെ കുറഞ്ഞു. ആത്മാവിലുള്ള സ്നേഹമാണെങ്കിൽ നിലനിൽക്കും. ആത്മാവിലുള്ള സ്നേഹം, പരിശുദ്ധാത്മാവ് നമുക്ക് സ്നേഹം നൽകും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 9-ാം തിരുവചനം. 1 Thessalonians chapter 4 verse 9. 4-ാം അധ്യായം 9-ാം വചനം. സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവം തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളോട് അധികം പറയേണ്ടതില്ല. കാരണം ഈ സ്നേഹത്തെക്കുറിച്ച് സർവശക്തനായ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഒറ്റ വചനം കൂടെ വായിച്ചേ. അത് തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം. സെക്കൻഡ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 7. 1-ാം അധ്യായം 7-ാം വചനം. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഹല്ലേലൂയാ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈ താത്തിക്ക് ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? അയ്യോ വീഞ്ഞു തീർന്നു പോയല്ലോ. വിഷമിച്ചോണ്ടിരിക്കാനല്ല, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം പരിശുദ്ധാത്മാവാണ് സ്നേഹം നൽകുന്നത്. പരിശുദ്ധാത്മാവ് സ്നേഹം നൽകും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമുക്ക് ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കളെ മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മാതാപിതാക്കളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അയൽപക്ക ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ശുശ്രൂഷ ജീവിതം ബലപ്പെടും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഇടവകയിൽ സന്തോഷം ഉണ്ടാകും. ഇതില്ലെങ്കിൽ എല്ലാ ദിവസവും കൊച്ചു കാര്യങ്ങൾക്ക് പേരും പിറുപിറുത്ത് വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കഴിയും. ഏത് വേണമെന്ന് തീരുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. അടിച്ച് ജീവിക്കാം, സ്നേഹിച്ചും ജീവിക്കാം. എങ്ങനെയൊക്കെ ജീവിക്കാം? അടിച്ചും ജീവിക്കാം, സ്നേഹിച്ചും ജീവിക്കാം. ആരുടെ തീരുമാനം?
നിന്റെ തീരുമാനമാണ് പ്രധാനം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ തീരുമാനമാണ് പ്രധാനം. സത്യത്തിൽ ഇത് ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കേണ്ടതല്ലേ? ആ ചേച്ചിയുടെ ഒരു ആഗ്രഹം, ദൈവമേ എൻ്റെ കെട്ടിയവൻ ഇവിടെ വന്നിരുന്നിരുന്നെങ്കിലല്ലേ. കുഴപ്പമില്ല, ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി, ചേച്ചി ഭർത്താവ് ഇടപെടും. ഇത് കേട്ടല്ലോ. അതായത് നമ്മുടെ മുമ്പിൽ ചോയ്സ്, നമ്മുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനം. എങ്ങനെയാ? സ്നേഹിച്ചും ജീവിക്കാം, അടിച്ച് പിടിച്ച് ബഹളം ഉണ്ടാക്കി എന്നും കരഞ്ഞ് പിഴിച്ച് പിറുപിറുത്തോണ്ട് ജീവിക്കാം. ചോയ്സ് ഈസ് അവേഴ്സ്. നമ്മുടെ തീരുമാനം എങ്ങനെ ജീവിക്കണം നമ്മുടെ തീരുമാനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. ഇപ്പോൾ കേട്ട ദൈവവചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. തീരുമാനം നമ്മുടേതാണ്. നമ്മുടെ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. നിന്റെ മുമ്പിൽ ഒരു വലിയൊരു ഓപ്ഷൻ, ഒരു അവസരം, ഒരു സാധ്യത കർത്താവ് തന്നിരിക്കുകയാണ്. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം തന്നിരിക്കുകയാണ്. നിനക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണോ, സ്നേഹത്തോടെ ജീവിക്കണോ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അതേസമയം തന്നെ ഇപ്പോൾ ഉള്ള അടിപിടി ബഹളം, കുറ്റപ്പെടുത്തി അവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെയാണ്, ഇതും പറഞ്ഞുകൊണ്ടിരിക്കണോ? അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ തോബിത്തിന്റെ പുസ്തകത്തിൽ സാറായെ പീഡിപ്പിച്ച അസ്മോദേവുസ് എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തി നിന്റെ മേലും കടന്നു വരും. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നൽകണമേ. എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ, എൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ, എൻ്റെ മകനെ മനസ്സിലാക്കാൻ, മകളെ മനസ്സിലാക്കാൻ, എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണമേ. ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ എന്ന് പറയുക. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ നിറഞ്ഞിടുക, കവിഞ്ഞിടുക എന്നിൽ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് നിറയണം, ആഗ്രഹിക്കണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ നിറഞ്ഞിടുക, കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ നിറയണമേ. പ്രാർത്ഥിച്ചേ. നിറഞ്ഞിടുക, പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലരോട് നിങ്ങൾക്ക് വെറുപ്പ്, വിരോധമുണ്ടാകും. ചിലരോട് വലിയ അകൽച്ചയിലായിരിക്കും. ഈ ബന്ധം ശരിയാവില്ല എന്ന് നമ്മൾ വിധി എഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഒരു നിമിഷം തൊട്ടടുത്ത് അവരുടെ സാന്നിധ്യം മനസ്സിൽ കാണണം. കർത്താവേ, ഇന്ന വ്യക്തിയെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഇന്ന വ്യക്തിയെ സമർപ്പിക്കുന്നു. എനിക്ക് ചില ആശയങ്ങളോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളോട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. കർത്താവേ, ഇതിലൊരു പൈശാചിക ശക്തിയുണ്ട്, ഞാൻ തിരിച്ചറിയുന്നു. ഈ തിന്മയുടെ ദുരാത്മാവിനെ ബന്ധിക്കണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. കർത്താവേ, ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നയിക്കണമേ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ മേൽ നിറയണം, ആഗ്രഹിക്കണം. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
കരങ്ങൾ ഉയർത്തി ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ വീശി പഠിക്കേ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ കുടുംബത്തെ നിലനിർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ആരാധന സമയം വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അനേക അസ്വസ്ഥതകൾ ഉണ്ട്. ചില പൈശാചിക പീഡകൾ നമ്മുടെ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നു, സ്വസ്ഥത നശിപ്പിക്കുന്നു. ചില പൈശാചിക പീഡകൾ മൂലം നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ വഴക്കടിക്കുന്നു. നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ നിർവീര്യമായി പോവാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അൽത്താരയിലേക്ക് ആ മേഖലകളെ സമർപ്പിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നീ ചിന്തിക്കുക. എന്താണ് നിന്റെ വീട്ടിൽ നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം? ചില കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ മനസ്സിൽ ഓർക്കുക. നിന്റെ ജീവിത പങ്കാളിയെ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ എന്താണ് നിനക്ക് തടസ്സം? ഒരുപക്ഷെ ആ വ്യക്തിയുടെ ചില സ്വഭാവ ശൈലികളാവും, ആ വ്യക്തിയുടെ ജോലിയുടെ ഒരു ഭാരമുണ്ടാകും, ആ വ്യക്തിയുടെ ഇന്നലകളിലെ ചില മുറിവുകളും ഭാരങ്ങളും ഉണ്ടാകും, ആ വ്യക്തി വളർന്നു വന്ന വീടിൻ്റെ പശ്ചാത്തലം അങ്ങനെയായിരിക്കും, പാരമ്പര്യമായ ചില ശൈലികൾ ഉള്ളിലുള്ള വ്യക്തിയായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും ആ മേഖലകളെല്ലാം ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുക. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ആഗ്രഹിച്ചതുപോലെ ജീവിതമല്ല എന്നുള്ള സങ്കടം ഉള്ളിലുണ്ടാവും. ഞാൻ ഇങ്ങനത്തെ ഒരാളെയല്ല പ്രതീക്ഷിച്ചത്. എന്നാൽ നീ ഓർക്കണം, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിനക്ക് കിട്ടിയത് കർത്താവിൻ്റെ വലിയൊരു സമ്മാനമാണ്. നിന്റെ ജീവിത പങ്കാളിയെ നീ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹത്തിന് വിള്ളലുകൾ വരുത്തുന്ന ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരു മൂന്നാമത്തെ വ്യക്തി, ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ കുടുംബത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാടില്ല. നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അത് ഏത് കൂട്ടുകെട്ടാണെങ്കിലും, എത്ര വലിയ ഒരു കൂട്ടുകെട്ടാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലയിൽ കൃത്യത വരുത്തണം. നിങ്ങൾ തമ്മിലുള്ള ഭാര്യ ഭർത്താവ് ബന്ധത്തെ നഷ്ടമാക്കുന്ന ഒരു കൂട്ടുകെട്ടിനും നമ്മുടെ വീട്ടിൽ അവസരം കൊടുക്കരുത്. ഒരു പ്രസ്ഥാനങ്ങൾക്കും നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അവസരം കൊടുക്കരുത്. ഒരു ആശയത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള തിന്മയ്ക്കും അവസരം കൊടുക്കരുത്. ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ പരിശുദ്ധ അൽത്താരയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ വീടുകളിൽ, ഏതെങ്കിലുമൊക്കെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളുടെയൊക്കെ സ്നേഹബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മേഖലകളെ ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുക. ഒരുപക്ഷെ ചുരുക്കം ചിലർക്കെങ്കിലും ചില സോഫ്റ്റ് കോർണറുകൾ ഉണ്ടാവും. ഈ വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതം ഇത്രയും വളർന്നത്, ഈ വ്യക്തിയാണ് എന്നെ സഹായിച്ചത്, ഈ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ആയിക്കോട്ടെ. പക്ഷേ ഭാര്യ ഭർത്ത ബന്ധത്തിൽ
പ്രാധാന്യം ഭർത്താവിനും ഭാര്യയ്ക്കുമാണ്. മറ്റൊരു വ്യക്തിക്കും പ്രാധാന്യം അതിനപ്പുറം കൊടുക്കരുത്. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൈശാചിക ശക്തി ഏതെങ്കിലും വ്യക്തിയിലൂടെയോ സംഭവങ്ങളിലൂടെയോ ആശയങ്ങളിലൂടെയോ പ്രസ്ഥാനങ്ങളിലൂടെയോ ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ മേഖലകളെ ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളി കടന്നു വന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. ആ വ്യക്തി കടന്നുപോയ ചില മുറിവുകളും ട്രൗമകളുമുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങളാണ് ആ വ്യക്തിയെ അങ്ങനെയാക്കിയത്. ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ആ സംഭവങ്ങൾ നിനക്കറിയാമെങ്കിൽ അൽത്താരിൽ സമർപ്പിക്കുക. കർത്താവേ, ഇന്ന ബലഹീനതകളൊക്കെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി, ഭാര്യമാര് ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഭാര്യമാര് ഈശോ കാണിച്ചു തരുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം, ഉത്തരവാദിത്തമില്ലാത്ത സ്വഭാവം, ഉഴപ്പൻ ജീവിതം, ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെ മടിപിടിച്ചിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവരൊക്കെ കർത്താവ് കാണുന്നു. ഈ സമയത്ത് ആ മേഖലകളെ സമർപ്പിക്കുക. ചില അടിമത്തങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നത്. കർത്താവേ, ഈ മേഖലകളെ മുഴുവൻ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തതിന് അടിയും പിടിയും ബഹളവും കലഹം, രണ്ടുപേരും രണ്ടായിട്ട് കിടക്കുന്നു. കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല. മക്കൾക്ക് മുമ്പിൽ ഒരു നല്ല മാതൃക കൊടുക്കാൻ പറ്റുന്നില്ല. മക്കൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിർവീര്യമായി പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന പൈശാചിക ശക്തികൾ അതെന്തു തന്നെയാണെങ്കിലും യേശുവേ, ഈ അൽത്താരിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മകളെ ബന്ധിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കർത്താവേ, തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഞങ്ങളുടെ കുടുംബത്തെ പൈശാചിക ശക്തികൾ പീഡിപ്പിക്കാൻ അവകാശമില്ല. ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന മടിയുടെ, ദുരാസക്തിയുടെ സകല പൈശാചിക പീഡകളും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ സകല പൈശാചിക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ജഡിക പാപ പീഡകളുടെ സകല തിന്മകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന മൊബൈൽ ഫോണിന്റെ അഡിക്ഷനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന തെറ്റായ സ്നേഹബന്ധങ്ങൾ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ഈവിൾ അസോസിയേഷൻ, പൈശാചിക കൂട്ടുകെട്ടും ബന്ധങ്ങളും കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന നാവിന്റെ ദുരുപയോഗം, കുറ്റം പറയുന്ന, ചീത്ത പറയുന്ന, പരസ്പരം ഏഷണി പറയുന്ന സ്വഭാവ രീതികളും സംസാര ശൈലികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എപ്പോഴും മറ്റുള്ളവരുടെ കുറവ് മാത്രം കാണുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. സകല തിന്മകളെയും കർത്താവെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിക്കണമേ. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വണ്ണമുള്ള ഭാരങ്ങളെ കർത്താവ് ബന്ധിക്കണമേ. പൈശാചിക ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ ഇനിമേൽ ഒരു അവകാശവുമില്ല. ഒരു പൈശാചിക ശക്തിക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് 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 സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് വലിയ മൈറ്റി ഡെലിവറൻസ്, വലിയ ഡെലിവറൻസ് സംഭവിക്കട്ടെ. ഈശോയേ, കൈകളടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കർത്താവിന്റെ ശക്തി ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ജ്യോതിസിനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. അനേക കുടുംബങ്ങൾ കർത്താവ് ഇടപെടുന്നു. സ്മിതയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോസിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ കർത്താവ് വിടുവിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ കുടുംബത്തിൽ ഇടപെടുന്നു. കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. യോർദാൻ നദിക്കരയിൽ നാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകം
ആമേൻ ആമേൻ. യെസ്, ഏകണമേ പ്രാവിൻ രൂപത്തിൽ. ആമേൻ. കരങ്ങൾ ഉയർത്തി. ആമേൻ. കൈയടിച്ച് കൈയടിച്ച്. ആമേൻ ആമേൻ. യെസ്. ആത്മാവേ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ആമേൻ. കവിയണമേ. പഠിക്കേ പഠിക്കേ. ആമേൻ. കവിയണമേ. ചേർന്ന് ചേർന്ന് കവിയണമേ. ചേർന്ന് ചേർന്ന്. ആമേൻ. കവിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടണം. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റണം. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ. യേശുവെ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവി ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകമായിട്ട് വെളിപ്പെടട്ടെ. ആരാധന ആരാധന ആരാധന. എല്ലാ കുടുംബങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുത്തൻ ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തെ ഭരിക്കട്ടെ. ഏതൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായാലും നമ്മൾ എടുക്കേണ്ട തീരുമാനം പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ സ്നേഹം തരും. നമുക്ക് പലപ്പോഴും പലരെയും സ്നേഹിക്കാൻ പറ്റാത്തവണ്ണം വലിയ ഭാരം. സ്നേഹിക്കേണ്ട കടമ നമുക്കുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കേണ്ട. നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കുക. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരെയും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരുമകള്, അമ്മയും മകളും പ്രാർത്ഥിച്ചോളൂ. പ്രിയപ്പെട്ട മകളെ, നിന്റെ അമ്മ സ്വന്തം അമ്മയായിട്ട് നീ കണക്കാക്കണം. അമ്മായിയമ്മയല്ല, സ്വന്തം അമ്മയായിട്ട് കണക്കാക്കണം. അംഗീകരിക്കാനുള്ള വലിയ കൃപ, അംഗീകരിക്കാനുള്ള കൃപ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ കിടപ്പ് രോഗിയായ അമ്മായിയപ്പനെ ചികിത്സിക്കുന്നതേ ആ സഹോദരി ഓൺലൈൻ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കൃപയാണ്. അമ്മായിയപ്പനെ പരിചരിക്കുക, ഒരു പിറുവിറുപ്പും കൂടാതെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കർത്താവ് നൽകിയ വലിയൊരു ദൗത്യമാണ്. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഇപ്രകാരം ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് കർത്താവ് കൃപ നൽകുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. തൈറോയ്ഡ് രോഗപീഠ മൂലം വിഷമിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ശുശ്രൂഷയിൽ ഉണ്ടല്ലോ. പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടപെടട്ടെ. റിൻസിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് നിന്നിൽ ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ സ്നേഹം ഒഴുക്കണമേ. ആ പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന യേശുവേ, ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാ